സോ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECU ട്രാൻസാക്ഷനെ കുറിച്ചിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ ECU ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചിടാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലൂടെ ഒരു ഗുഡ്സ് വാങ്ങാൻ പോകണം. ഫ്ലിപ്കാർട്ടിലൂടെ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ റെസിപ്പിൻ്റ് ആണ്. ആരാ സപ്ലയർ? ഫ്ലിപ്കാർട്ടാണോ സപ്ലയർ? അല്ല, ഫ്ലിപ്കാർട്ടല്ല സപ്ലയർ. അതിൻ്റെ പുറകിൽ നമ്മൾ കാണാത്ത ഒരാൾ കിടക്കുന്നുണ്ട് അല്ലേ? ആ സപ്ലയർ നമ്മൾ നേരിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ അവരാണ് നമുക്ക് ഗുഡ്സൊക്കെ അയച്ചു തരുന്നത്. സോ ഇവിടെ ഫ്ലിപ്കാർട്ട് നമ്മൾ വിളിക്കുന്ന പേര് ECU എന്നാണ്. അപ്പോൾ നമ്മൾ ഡിസ്കഷൻ അത്രയേ ഉള്ളൂ. ഒരു കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല, അതായത് ആരുടെ കയ്യിൽ നിന്ന് GST പോവാം? ഓൾവേസ് റെസിപ്പിയൻറ്റ് അല്ലേ? നമ്മൾ റെസിപ്പിൻ്റെ കയ്യിൽ നിന്നാണ് GST പോവുക അല്ലേ? ആണ്. അപ്പോൾ റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് GST, ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, സേ ഫോർ എക്സാമ്പിൾ ഒരു ഗുഡ്സ് ഓർഡർ ചെയ്തു, ഫ്ലിപ്കാർട്ട് വഴി ഗുഡ്സ് ഓർഡർ ചെയ്തു. അപ്പോൾ ഫ്ലിപ്കാർട്ട് നമുക്ക് ഗുഡ്സ് അയച്ചിരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ് GST പോകുക. 1,18,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് GST പോകുന്നു. GST അല്ല, 1,00,000 വാല്യൂ പ്ലസ് 18,000 GST പോകുന്നു. നമ്മൾ ആരെ ഏൽപ്പിക്കുന്നു? നമ്മൾ ECUവിനെ ഏൽപ്പിക്കുന്നു. ECU അത് ഇനി എൻ്റെ ഡൗട്ട് എത്രയേ ഉള്ളൂ, ഇത് ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കേണ്ടത് ആരാ? വെദർ ഇറ്റ് ഈസ് ECU ഓർ ഇറ്റ് ഇസ് എ സപ്ലയർ, ആരാ ഏൽപ്പിക്കേണ്ടി വരും? നമുക്ക് എല്ലാവർക്കും ഒരു ഇത് വരുന്നുണ്ടാവുക, ECU അടക്കേണ്ടി വരും അല്ലേ? പക്ഷേ ECU അല്ല അടക്കേണ്ടത്. ആരടക്കേണ്ടത്? സപ്ലയർ ഹാസ് ടു പേ ദ GST. അപ്പോൾ ECU ഫുൾ സപ്ലയർ ഏൽപ്പിച്ചിട്ട് സപ്ലയർ വേണം അത് ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാൻ. മാർക്കറ്റിംഗ്. അപ്പോൾ ECU അല്ല ഏൽപ്പിക്കേണ്ടത്, സപ്ലയർ. അപ്പോൾ സപ്ലയർ അടക്കുക FCM. അപ്പോൾ ECU ട്രാൻസാക്ഷൻ്റെ കേസിലും GST അടക്കേണ്ടത് ആരാണ്? ECU ട്രാൻസാക്ഷൻ്റെ കേസിലും GST അടക്കേണ്ടത് ഇറ്റ് ഈസ് എ സപ്ലയർ അണ്ടർ FCM. പിന്നെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് 9 subsection 5 ആണ്. ഈ സെക്ഷൻ നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. 9 subsection 5. 9 subsection 5 ഗവൺമെൻറ് പറയാണ്, സെൻട്രൽ ഗവൺമെൻറ് മേ സ്പെസിഫൈ, മേ സ്പെസിഫൈ എന്ന് വെച്ചാൽ നോട്ടിഫൈ ദ കാറ്റഗറീസ് ഓഫ് സർവീസസ്, അണ്ടർലൈൻ സർവീസസ്. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന ചില സർവീസുകളുടെ മേലെ ടാക്സ് ഓൺ വിച്ച് ഷാൾ ബി പെയ്ഡ് ബൈ ദ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. നോർമൽ കേസ് നാം പറഞ്ഞു, അവിടെ GST അടയ്ക്കേണ്ടത് ആരാണ്? സപ്ലയറാണ്. പക്ഷേ ഗവൺമെൻറ് പറയും, ഞാൻ പറയുന്ന ചില കേസുകളിൽ ആര് GST അടയ്ക്കണം? ഇറ്റ് ഈസ് ദ ECU. If such services are supplied through it, and all the provision of this act shall apply to such ECU as if he is the supplier. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളിനി പഠിക്കാം. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത്, ഞാൻ പറയുന്ന ചില കേസുകളിൽ GST അടയ്ക്കേണ്ടത് ആരാണ്? ECU ആണ്. അപ്പോൾ ആ ചില കേസുകളാണ് ഈ കേസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 5 കേസുകളിൽ മാത്രമാണ് ECU GST അടയ്ക്കേണ്ടത്. അല്ലാത്ത എല്ലാ കേസിലും ഞാൻ ഫസ്റ്റ് കാണിച്ചെന്ന പോലെ സപ്ലയറാണ് GST അടയ്ക്കുക. അപ്പോൾ ഏതൊക്കെയാണ് 5 കേസുകൾ? ഒന്നാമത്തെ കേസ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ബൈ റേഡിയോ ടാക്സി, മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ് ഓർ എനി അതർ വെഹിക്കിൾ അതർ ദാൻ ഓംനിബസ്. നമ്മുടെ എക്സാമ്പിൾ ഓല യൂബറൊക്കെയാണ് ഇല്ലേ? നമ്മൾ കാറ് ബുക്ക് ചെയ്യാറില്ല, ഓല ക്യാബ് അല്ലെങ്കിൽ യൂബറിൻ്റെ ക്യാബൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആരാ GST അടയ്ക്കാം? അവിടെ ECU ആണ് GST അടയ്ക്കുക. അതർ ദാൻ ഓംനിബസ് എന്താ? നമ്മൾ ഓംനിബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഓംനി വാനാണ്. നമ്മൾ പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓംനി വാൻ കണ്ട അപ്പോടും അപ്പോൾ നമ്മൾ കൊള്ളക്കാർ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓടാറുണ്ട് അല്ലേ? പക്ഷെ ആ സാധനമല്ല, അത് പിന്നെ വാനാണ്. ഓംനിബസ് എന്ന് വെച്ചാൽ ബസ്സാണ്. ബസ്സിൻ്റെ ശരിക്കും പേര് ഓംനിബസ് എന്നാട്ടോ. ബസ്സിൻ്റെ ശരിക്കും പേര് ഓംനിബസ് ആണ്. അപ്പോൾ ഓംനിബസ് ഇസ് നത്തിങ് ബട്ട് ബസ്. അപ്പോൾ ബസ്സിൻ്റെ ECU അല്ലാത്ത മറ്റെല്ലാ പാസഞ്ചർ വെഹിക്കിളിൻ്റെ ECUവിൻ്റെ കേസിലും GST അടയ്ക്കേണ്ടത് ആരാണ്? നമ്മളുടെ ECU ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ഫോർ ദിസ് ബഡീസ്. ഇപ്പോൾ ഓല കാർ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സപ്ലയർ ഓലയല്ല, അതിൻ്റെ പുറകിൽ കാർ ഡ്രൈവർ ഉണ്ട്. നമ്മുടെ അടുത്തേക്ക് വരുന്ന കാർ ഡ്രൈവറില്ല, അവരുടെ കാറാണത്, അവരാണ് സപ്ലയർ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 1,150 പോവാണ്, 150 രൂപ GST, 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ഫീ. അപ്പോൾ ഇതാരാണ് ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കുക? ECU വേണം ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാൻ. 1,150 ECU വേണം ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാൻ. എന്നിട്ട് ബാക്കി 1,000 മാത്രമേ ആരേൽപ്പിക്കാൻ പറ്റുള്ളൂ? കാർ ഡ്രൈവർ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം അവർ പാവപ്പെട്ട കാർ ഡ്രൈവേഴ്സാണ്. അവരെ കൊണ്ട് GST അടപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരാൻ കാരണം. റൈറ്റ്, ഓൾ റൈറ്റ്, സെറ്റ് അല്ലേ? നൗ ലിസൺ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ ബസ്സിൻ്റെ കേസ്. അവർ പറയാണ്, services by way of transportation of passengers by an omnibus
except where the person supplying such service through ECO is a company. എന്താ പറയുന്നത്? വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സി, ഒരു ബസ്സിൻ്റെ ECO എക്സാമ്പിൾ ഏതാ? റെഡ് ബസ് അല്ലേ? റെഡ് ബസ്സിൻ്റെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ ചരിത്രം കേട്ടില്ല. ആ ചങ്ങായി ഹൈദരാബാദ് ബാംഗ്ലൂരായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഹൈദരാബാദത്തെ ആളാണ്, ആന്ധ്രാപ്രദേശ് ആളെ തോന്നുന്നു ചങ്ങായി ഈ റെഡ് ബസ്സിൻ്റെ ഓണർ. അപ്പോൾ ആളുടെ വലിയ, അതായത് മീൻസ് നമ്മളെ ഗ്രാൻഡ് മദർ അല്ലേ, ആരോ മരിച്ചു. അപ്പോൾ ആ സമയത്ത് ആൾ അങ്ങനെ പെട്ടെന്ന് പോകുന്ന സമയത്ത് ആൾക്ക് അറിയുന്നില്ല എവിടെ പോകണം, ഏത് ബസ് സ്റ്റാൻഡിൽ പോകുന്ന സമയത്ത് ബസ്സൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഏത് ബസ് സ്റ്റാൻഡിൽ ഏത് ബസ് ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ ആൾക്കില്ല. അങ്ങനെ മനസ്സിൽ വന്നൊരു ഐഡിയയാണ് റെഡ് ബസ് അല്ലേ. അയാളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും റെഡ് ബസ്സിൻ്റെ കേസ് ഉണ്ടായിരുന്നു. റെഡ് ബസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളാണ് റെസിപ്പിയൻറ്റ്, അതിൽ ഡൗട്ടില്ല, നമ്മൾ റെസിപ്പിയൻ്റ് ആണ്. അവിടെ ഓണർ ആരാ? സപ്ലയർ ആരാ? ബസ് ഓണറാണ് സപ്ലയർ. സോ ഹീ ഈസ് എ സപ്ലയർ, റെഡ് ബസ് ഈസ് എ ECO ആൻഡ് വി ആർ ദ റെസിപ്പിയൻറ്റ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ 1150 റെഡ് ബസ്സിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ 150 രൂപ ഗവൺമെൻറ്റിലേക്ക് ആരേൽപ്പിക്കാം? ഈസ് ഇറ്റ് ദ ECO, അതായത് ഈസ് ഇറ്റ് ദ റെഡ് ബസ് ഓർ ദ സപ്ലയർ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പറഞ്ഞ് എക്സെപ്റ്റ് അല്ലേ, വേർ ദ പേഴ്സൺ സപ്ലൈ സർവീസ് ത്രൂ ECO ഈസ് എ കമ്പനി. അതായത് റെഡ് ബസ്സിൻ്റെ കേസിലും ആര് തന്നെ GST അടയ്ക്കണം? റെഡ് ബസ് തന്നെ GST അടയ്ക്കണം. പക്ഷേ എക്സെപ്റ്റ് വേർ ദ പേഴ്സൺ സപ്ലൈങ് ത്രൂ ECO ഈസ് എ കമ്പനി. അതായത് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ റെഡ് ബസ് എപ്പോൾ GST അടച്ചാൽ മതി? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രണ്ട് പിക്ചറായിട്ട് വരയ്ക്കട്ടോ. ഇപ്പോൾ ഈ സപ്ലയർ കമ്പനിയാണ് വിചാരിക്കുക. സപ്ലയർ ഈസ് എ കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് വിചാരിക്കുക. അപ്പോൾ ആരാ GST അടയ്ക്കാം? അപ്പോൾ ഈ 1150 റെഡ് ബസ് ഫുള്ളായിട്ട് ഈ സപ്ലയർ ഏൽപ്പിച്ചിട്ട് സപ്ലയർ വേണം 150 ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാൻ. ഇനി നിങ്ങൾ അടുത്ത പിക്ചർ വരയ്ക്കാം. ഞാൻ ഇതിൽ തന്നെ വരയ്ക്കും, പക്ഷേ നിങ്ങൾ അടുത്ത പിക്ചർ വരയ്ക്കാം. ഇത് കമ്പനി അല്ല, ഒരു ഫേമാണ്, പാർട്ട്ണർഷിപ്പ് ഫേം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ല, 1000 മാത്രം ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് റെഡ് ബസ് വേണം ഗവൺമെൻറ്റിലേക്ക് 150 ഏൽപ്പിക്കാം. സെറ്റല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ബഡേസ്. ഇനി അടുത്തത്, അക്കോമഡേഷൻ ഇൻ ഹോട്ടൽ, ഇൻ ഗസ്റ്റ് ഹൗസ്, ക്ലബ്സ്, ക്യാമ്പ് സൈറ്റ് ഓർ അതർ കൊമേഴ്ഷ്യൽ പ്ലേസ്മെൻറ്റ് ഫോർ റെസിഡൻഷ്യൽ ലോഡ്ജിംഗ് പർപ്പസ് എക്സെപ്റ്റ് വേർ ദ സപ്ലയർ ഇസ് ലയബിൾ ടു രജിസ്റ്റർ. ഹോട്ടൽ അക്കോമഡേഷൻ്റെ ഒരു എന്താ പറയുക, ഒരു ECO എക്സാമ്പിൾ പറയും മക്കളെ. ഓയോ അല്ലേ? എന്താ എല്ലാവരും ശരിക്കുന്ന ഓയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു കോമഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്? അങ്ങനെയല്ല അല്ലേ. ദിസ് ആക്ച്വലി പിന്നെ അല്ലേ, ഓയോ എല്ലാവർക്കും ഒരു കോമഡിയായി മാറിയിട്ടുണ്ട് ആക്ച്വലി റീസെൻ്റ്ലി. അപ്പോൾ ഇത് നോർമൽ പിന്നെ അക്കോമഡേഷനാണ്, നമ്മൾ ഹോട്ടൽ അക്കോമഡേഷനാണ്. നമുക്ക് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഓയോ. സോ ഇവിടെ ഓയോ ഉണ്ട്, ദെൻ ദർ ഇസ് എ റെസിപ്പിയൻ. അപ്പോൾ ഹോട്ടലാണ് സപ്ലയർ. അപ്പോൾ നമ്മളിപ്പോൾ റൂം ബുക്ക് ചെയ്തു, നമ്മൾ 5250 കൊടുക്കണം, 250 രൂപ GST, 5000 രൂപ റൂം റെൻറ്റ്. ആരാണ് ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കേണ്ടത്? രണ്ട് സിറ്റുവേഷനായിട്ട് പഠിക്കണം. നിങ്ങൾ രണ്ട് പിക്ചറായിട്ട് നിങ്ങൾ വരയ്ക്കുക. ഈ ഹോട്ടൽ രജിസ്റ്റർ ആണെങ്കിൽ 5250 ഹോട്ടലിന് ഏൽപ്പിക്കാം, എന്നിട്ട് ഹോട്ടൽ വേണം 250 ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാൻ. സെറ്റ്. ഹോട്ടൽ രജിസ്റ്റർ അല്ലെങ്കിൽ സിമ്പിൾ, ഹോട്ടൽ രജിസ്റ്റർ അല്ലെങ്കിൽ 5000 മാത്രം ഏൽപ്പിച്ചാൽ മതി, എന്നിട്ട് GST ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാം. ദാറ്റ്സ് ഇറ്റ് ബഡീസ്. ഓക്കെ. പിന്നെ അപ്പോൾ ഹോട്ടലിൻ്റെ കേസ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഡൺ ആയിട്ടില്ല, അതിന് മുമ്പ് ഒന്നുകൂടെ ഉണ്ട്. ഹൗസ് കീപ്പിംഗ് സർവീസ് സച്ച് ആസ് പ്ലംബിംഗ്, കാർപ്പൻറ്ററിങ് എക്സെട്ര വേർ ദ സപ്ലയർ ഇസ് ലയബിൾ ടു രജിസ്റ്റർ. ഇതും സെയിം കോൺസെപ്റ്റ്. ഇപ്പോൾ ഹോട്ടലിൻ്റെ കേസ് പറഞ്ഞ അതേപോലെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതൊന്നും മാത്രമല്ല ECO. നമ്മുടെ ലോക്കലി ഉള്ള ഒരുപാട് ECOs ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്ലംബേഴ്സിനെ ബുക്ക് ചെയ്യാൻ വരെ ECO ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു പ്ലംബർ, സോ പ്ലംബറാണ് സപ്ലയർ, ഈസ് എ സപ്ലയർ. അത് ബുക്ക് ചെയ്യാനുള്ള ആപ്പാണ് ECO, നമ്മളാണ് റെസിപ്പിയൻ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നാണ് GST പോകും. 1150 നമ്മുടെ കയ്യിൽ നിന്ന് പോയി വിചാരിക്കുന്ന 150 രൂപ GST. അപ്പോൾ ഇത് ഗവൺമെൻറ്റിലേക്ക് ആരെ ഏൽപ്പിക്കേണ്ടത്? ഈ ആപ്പാണോ ഏൽപ്പിക്കേണ്ടത്? പ്ലംബറാണോ ഏൽപ്പിക്കേണ്ടത്? വെരി സിമ്പിൾ. പ്ലംബർ രജിസ്റ്റേർഡ് ആണെങ്കിൽ പ്ലംബർക്ക് 1150 കൊടുക്കുക, അയാൾ വേണം GST അടയ്ക്കാൻ. പ്ലംബർ രജിസ്റ്റർ അല്ലെങ്കിലോ, നോട്ട് രജിസ്റ്റർ ആണെങ്കിൽ എന്താ ചെയ്യുക? 1000 മാത്രം ഏൽപ്പിക്കാം, എന്നിട്ട് 150 ഗവൺമെൻറ്റിലേക്ക് ECO വേണം ഏൽപ്പിക്കാം. സിമ്പിൾ, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് സപ്ലൈ ഓഫ് റെസ്റ്റോറൻറ്റ് സർവീസ്. അപ്പോൾ സാറ് നമ്മൾ ഹോട്ടൽ ഓൾറെഡി പറഞ്ഞില്ലേ, ഹോട്ടലും റെസ്റ്റോറൻറ്റ് ഒന്നാണ് മക്കളെ? അല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഹോട്ടൽ വിളിച്ചാൽ എന്താ?
ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എന്നാണ്. പക്ഷെ അത് റെസ്റ്റോറൻ്റ് അല്ലേ. ഹോട്ടൽ എന്ന് വെച്ചാൽ താമസിക്കാനുള്ള സ്ഥലമാണ് ഹോട്ടൽ. റെസ്റ്റോറൻ്റ് ആണ് ബേസിക്കലി നമ്മൾ സാധാരണ ഫുഡ് കഴിക്കാനുള്ളത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സർവീസിൻ്റെ കേസിൽ ആരാ GST? റെസ്റ്റോറൻറ്റ് എക്സാമ്പിൾ എന്താ, സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെയാണ് അല്ലേ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സർവീസ് അതർ ദാൻ സർവീസ് ഓഫ് റെസ്റ്റോറൻറ്റ്, ഈറ്റിംഗ് ജോയിൻസ് എക്സെട്ര ദ സ്പെസിഫൈഡ് പ്രമൈസ്. എന്താണ് സ്പെസിഫൈഡ് പ്രമൈസ്? മീൻസ് എ പ്രമൈസ് പ്രൊവൈഡിംഗ് ഹോട്ടൽ അക്കോമഡേഷൻ ഹാവ് ബീൻ ഡിക്ലെയർഡ് താരിഫ് വാല്യൂ അബോവ് 7,500. സംഭവം സിമ്പിളാണ് മക്കളെ, ശ്രദ്ധിക്കാം. ഇപ്പോൾ സൊമാറ്റോ, then we are recipient, then there is a supplier, supplier ആരാ? റെസ്റ്റോറൻറ്റ് കേട്ടോ. സപ്ലയർ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു 1050 രൂപക്ക് ഫുഡ് കഴിച്ചു, 50 രൂപ GST. ധാരാ ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാം. 1000 മാത്രം റെസ്റ്റോറൻറ്റ് ഏൽപ്പിച്ചാൽ മതി. സൊമാറ്റോ വേണം 50 രൂപ ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാൻ. അവിടെ ഒന്നും ചിന്തിക്കണ്ട, നത്തിങ് എൽസ്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലാണെങ്കിലോ, ഇതൊരു ഹോട്ടലാണ്, ആ ഹോട്ടലിൻ്റെ ഉള്ളിലാണ് റെസ്റ്റോറൻറ്റ്. അങ്ങനത്തെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അപ്പോൾ ആരാ GST അടയ്ക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആര് GST അടയ്ക്കും? അപ്പോൾ അവിടെ ആരാ GST അടയ്ക്കാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് 1050 പോയി അല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് 1050 പോയി. നൗ ആരാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പോലെ മൈക്കെന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1050 പോയത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ആര് GST അടയ്ക്കേണ്ടത് വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന ഹോട്ടലുണ്ടല്ലോ, റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന ഹോട്ടൽ, ആ ഹോട്ടലിൻ്റെ ഒരു ദിവസത്തെ വാടക 7,500 മുകളിലാണെങ്കിൽ, അതാണ് താരിഫ് വാല്യൂ, റെൻറ്റ് ബിഫോർ ഡിസ്കൗണ്ട്, അതാണ് താരിഫ് വാല്യൂ. 7,500 മുകളിലാണെങ്കിൽ ആര് GST അടയ്ക്കണം? റെസ്റ്റോറൻറ്റ് GST അടയ്ക്കണം. അപ്പോൾ 1050 റെസ്റ്റോറൻറ്റ് ഏൽപ്പിക്കുന്നു, റെസ്റ്റോറൻറ്റ് വേണം 50 രൂപ GST ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കാൻ. ഇനി ഇതിൻ്റെ ഒരു ദിവസത്തെ വാടക 7,500 താഴെയാണെങ്കിലോ, അപ്പോൾ ആരടക്കണം? സൊമാറ്റോ അടക്കണം. വളരെ സിമ്പിളാണ്. റെസ്റ്റോറൻറ്റ് മാത്രമാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, നിർബന്ധമായിട്ടും സൊമാറ്റോ അടക്കണം. റെസ്റ്റോറൻറ്റ് വിത്തിൻ ദ ഹോട്ടലാണെങ്കിലോ, ആ ഹോട്ടലിൻ്റെ ഒരു ദിവസത്തെ വാടക 7,500 മുകളിലാണെങ്കിൽ അപ്പോൾ റെസ്റ്റോറൻറ്റ് അടക്കണം, അല്ലെങ്കിൽ സൊമാറ്റോ തന്നെ അടക്കണം. അപ്പോൾ എപ്പോൾ മാത്രം റെസ്റ്റോറൻറ്റ് അടച്ചാൽ മതി? ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടലിൻ്റെ ഉള്ളിലാണ്, ആ ഹോട്ടലിൽ ഒരു ദിവസത്തെ വാടക 7,500 മുകളിലാണെങ്കിൽ അപ്പോൾ മാത്രം റെസ്റ്റോറൻറ്റ് അടച്ചാൽ മതി. അല്ലാത്ത എല്ലാ കേസിലും ആരാ GST അടയ്ക്കേണ്ടത്? ഈ പറഞ്ഞ ECO ആണ് GST അടയ്ക്കേണ്ടത്. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5 കേസുകൾ അല്ലേ. ECO GST അടയ്ക്കേണ്ട 5 കേസുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി ഇതിൽ പറയുന്നൊരു പ്രൊവൈഡഡ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അതായത് ഇപ്പോൾ ECO ഒരു ഇപ്പോൾ സൊമാറ്റോക്ക് ഇന്ത്യയിൽ പ്രസൻസ് ഇല്ലയെന്ന് വിചാരിക്കാം. അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട്, പക്ഷേ അവർക്ക് ഇന്ത്യയിൽ ബ്രാഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒരു ഏജൻറ്റ് അപ്പോയിൻറ്റ്, പേഴ്സൺ റെപ്രസെൻറ്റിങ്, അവരാണ് GST അടയ്ക്കേണ്ടത്. അങ്ങനെ റെപ്രസെൻറ്റ് ഇല്ലെങ്കിൽ അവർ അപ്പോയിൻറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്താ പഠിപ്പിച്ചറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ ECO കഴിഞ്ഞു, RCM കഴിഞ്ഞു, FCM കഴിഞ്ഞു, നമ്മൾ എന്താ ഈ ചാപ്റ്റർ പഠിച്ചത് നിങ്ങൾക്കറിയോ? ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഒരു ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അതായത് ഒരു പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞിട്ട് 99% അല്ലേ, അതെടുത്ത് നോക്ക്, അപ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് പേഴ്സൺ ലയബിൾ ടു പേ GST, ഗവൺമെൻറ്റിലേക്ക് ആരാണ് GST അടയ്ക്കേണ്ടത്, അതാണ് പഠിച്ചത്. അതാണ് ശരിക്കും GST നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ആരാ ഗവൺമെൻറ്റിലേക്ക് GST അടയ്ക്കാം? GST അടയ്ക്കാം? നമ്മളുടെ സപ്ലയറാണ് നോർമലി GST അടയ്ക്കാം, FCM. ചില കേസിൽ മാത്രം റെസിപ്പിന് GST അടയ്ക്കും, RCM. ചില കേസിൽ മാത്രം ആര് GST അടയ്ക്കും? നമ്മളുടെ ECO GST അടയ്ക്കും. ഇതല്ലേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയറായി വിചാരിക്കുന്നു. താങ്ക് യു.